ഇതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നിങ്ങൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തതുപോലെ തന്നെ ഒന്ന് ചെയ്തു നോക്കുക. സെക്കൻഡും തേർഡും. ഇതിലെ ഫോർത്ത് ക്വസ്റ്റ്യൻ ഞാനൊന്ന് ചെയ്ത് കാണിക്കാം. ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്, ശ്രദ്ധിച്ചോണം. ഫസ്റ്റ് ടേം ഇവിടെയും എന്ത് തന്നെയാണ്, എല്ലായിടത്തും ഫസ്റ്റ് ടേം കോമൺ ആണ്, 30 തന്നെയാണ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കട്ടെ? സം ഓഫ് 6 ടേംസ് ആണ് ഉള്ളത്. ഇവിടെ 3 ടേംസ് ആയിരുന്നു, ഇവിടെ 6 ടേംസ് ആണ്. അത് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 300 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം S6 ഈക്വൽ ടു 6/2 ഇൻറ്റു 2 ഇൻറ്റു എ എന്ന് പറയുന്നത് എത്രയാണ്? 30 പ്ലസ് n-1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ നിങ്ങൾക്ക്, 6 ആണ്. 6 മൈനസ് 1 ഇൻറ്റു ഡി ഈക്വൽ ടു എത്രയാണ്? 300. 6/2 നമുക്ക് കട്ട് ചെയ്ത് കളയാനായിട്ട് പറ്റും. 6ഉം 2ഉം കൂടെ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ എത്ര കിട്ടി? 3. 2 ഇൻറ്റു 30 എന്ന് പറഞ്ഞാൽ 60 ആണ്. പ്ലസ് 6 മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി? 5d ഈക്വൽ ടു 300. ക്ലിയർ ആണല്ലോ. ഇനി ഈ 3യെ ഈക്വലിനപ്പുറത്തേക്ക് കൊണ്ടുപോവുക. നമുക്ക് നോക്കാം. ഇപ്പോൾ അതാ 60 പ്ലസ് 5d ഈക്വൽ ടു 300/3. 300/3 നമുക്ക് 3യും 3യും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 100. ഇവിടെ 1 കിട്ടും, ഇവിടെ 1 കിട്ടും. പിന്നെ നിങ്ങൾക്ക് എന്താ ഉള്ളൂ? 60യെ അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോവുക. 5d ഈക്വൽ ടു 100 മൈനസ്, പ്ലസ് ആണ് നിൽക്കുന്നത്, എപ്പുറത്ത് പോകുമ്പോൾ മൈനസ് 60. നിങ്ങൾക്ക് എന്ത് കിട്ടി? 100ൽ നിന്ന് 60 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 40. d ഈക്വൽ ടു 40/5 നിങ്ങൾക്ക് കിട്ടി. 40നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 8 കിട്ടിക്കഴിഞ്ഞാലോ. ഇനി നമുക്ക് ഈസി ആയിട്ട് ഞാൻ ഇങ്ങോട്ടൊന്ന് കാണിക്കാം. നോക്കിക്കോണോ. ഫസ്റ്റ് 3 ടേംസിൻ്റെ അരിത്തമെറ്റിക് സീക്വൻസ്. അരിത്തമെറ്റിക് സീക്വൻസിലെ ഫസ്റ്റ് 3 ടേംസ് എഴുതുക. ആദ്യത്തെ ടേം ഏതാ? 30. അത് കഴിഞ്ഞിട്ട് 30യുടെ കൂടെ നമ്മളുടെ ഡി ഒന്ന് ആഡ് ചെയ്ത് പോവുക. 30 പ്ലസ് 8 ഇപ്പോൾ എത്ര കിട്ടും നമുക്ക്? 38. അതിൻ്റെ കൂടെ വീണ്ടും 8 കൂട്ടുമ്പം 46 കിട്ടും. ഇത്രയും മതി കേട്ടോ. അപ്പോൾ 3 ടേംസ് എഴുതിയാൽ മതി. എല്ലാ ടേംസും കണ്ടുപിടിക്കേണ്ട. 6 ടേംസോ 5 ടേംസോ ഒന്നും കണ്ടുപിടിക്കേണ്ട. ആകെ ഫസ്റ്റ് 3 ടേംസ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുക. മെയിൻ ക്വസ്റ്റ്യൻ വായിക്കണം, അത് കഴിഞ്ഞിട്ടാണ് സബ് ക്വസ്റ്റ്യൻസ് വരുന്നത്, ശ്രദ്ധിക്കുക.